ഷാലോം ടെലിവിഷൻ്റെ ഈ ഡെയിലി മിറർ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നോമ്പ് കാലവുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ നോമ്പിലാണ് നമ്മൾ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ നോമ്പ് കാലം നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് ഉയർപ്പിലേക്കാണ്. ഉയർപ്പിലേക്കെന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് നമ്മൾ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥാവിശേഷം. മറ്റു വാക്കുകളിൽ ദൈവം നമ്മളിൽ രൂപപ്പെടുന്ന ഒരവസ്ഥ. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുവോളം ഞാൻ ഈറ്റുനോമ്പ് അനുഭവിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മളിൽ ക്രിസ്തു രൂപപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകണം. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലേക്കും സാദൃശ്യത്തിലേക്കും തിരികെ വരണമെന്നർത്ഥം. അപ്പോഴാണ് ഈ ഉയർപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാവുക. സ്വർഗത്തിൽ അങ്ങനെ ഒരു അനുഭവമാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഞാൻ അതിനായിട്ട് ഈ ചിന്തകളുമായിട്ട് ബന്ധപ്പെടുത്തി ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു സംഭവമാണ് എടുക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 3 യുവാക്കന്മാരെ ബാബിലോണിയൻ രാജാവ് നബൂഖദ്നേസർ ചൂളയിൽ ദഹിപ്പിക്കാനിടുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ സംഭവം എന്താണ്? ഈ നബൂഖദ്നേസർ അദ്ദേഹം 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി ബാബിലോൺ ദേശത്തെ ദൂരാ താഴ്വരയിൽ അവനത് സ്ഥാപിച്ചു. താൻ നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് പ്രധാന ദേശാധിപതികളെയും സ്ഥാനപതികളെയും നാടുവാഴികളെയും ഉപദേശകരെയും ഭണ്ഡാരം വിചാരിപ്പുകാരെയും ന്യായാധിപന്മാരെയും നിയമജ്ഞന്മാരെയും ദേശത്തുള്ള സകല സ്ഥാനികളെയും വിളിച്ചുകൂട്ടാൻ നബൂഖദ്നേസർ ആളയച്ചു. എല്ലാവരും ചെന്നു. എല്ലാവരും രാജാവ് നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് വന്നു ചേർന്നു. അവർ പ്രതിമയ്ക്ക് ചുറ്റും നിന്നു. അപ്പോൾ വിളംബരം ചെയ്യുന്നവർ വിളിച്ചു പറഞ്ഞു, ജനതകളെ, ജനപദങ്ങളെ, വിവിധ ഭാഷക്കാരെ നിങ്ങളോട് കൽപ്പിക്കുന്നു, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണ് നബൂഖദ്നേസർ രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണ്ണബിംബത്തെ ആരാധിക്കണം. ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തൽക്ഷണം എരിയുന്ന തീച്ചൂളയിലെറിയും. അതുകൊണ്ട് കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ തുടങ്ങിയ നാദസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ കേട്ട മാത്രയിൽ ആ ജനതകളും രാജ്യക്കാരും വിവിധ ഭാഷക്കാരും നബൂഖദ്നേസർ സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോൾ ഒരുവിധക്കാരെല്ലാവരും ഈ ബിംബത്തെ ആരാധിച്ചു. പക്ഷെ ഇവിടെ ആരാധിക്കാതെ നിന്ന ചിലരുണ്ട്. അവർ സ്വാഭാവികമായിട്ട് ആരായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏക സത്യദൈവത്തെ മാത്രം ആരാധിച്ചിരുന്ന യഹൂദരിൽപ്പെട്ടവരായിരിക്കും അവർ. അത് ശരി തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? 2-3 പേര് കയറി വന്നിട്ട് പറയുകയാണ്, രാജാവേ, 3-ാം അധ്യായം 12-ാം വാക്യം മുതൽ, രാജാവേ, ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായി നീ നിയമിച്ചിരുന്ന ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അവരനുസരിക്കില്ല. കാരണം അവർക്ക് ഏകദൈവം യഹോവ മാത്രമാണ്. യഹോവയല്ലാതെ മറ്റാരെയും ആരാധിക്കില്ല അവർ. അതിനെന്തു വന്നാലും അവർ നിൻ്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഉഗ്രകോപം കൊണ്ട നബൂഖദ്നേസർ ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നെഗോയെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു.
അവർ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നബൂഖദ്നേസർ ചോദിച്ചു, ഹേ ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നേഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണു വീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞുകളയും. ഏത് ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ഈ ചോദ്യം നമ്മുടെ മുമ്പിലേക്കാണ് വരുന്നതെങ്കിലോ? ഈ 3 ചെറുപ്പക്കാരുടെ നേരെ നെബൂഖദ്നേസർ രാജാവ് തൊടുത്തുവിട്ട ആ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഞാൻ നിർമ്മിച്ച ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല? ഞാൻ തന്നെയാണ് ഈ വിഗ്രഹം, വേറൊന്നുമല്ല. ഇവിടെ അവരുടെ ആ ഉത്തരം, ഈ ചെറുപ്പക്കാരുടെ ഉത്തരം, ശദ്രാക്കിൻ്റെയും മെഷാക്കിൻ്റെയും അബേദ്നേഗോയുടെയും ഉത്തരം വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ അത് നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. ഇവർ 3 പേരും ചില്ലറക്കാരൊന്നുമല്ല, രാജാവ് നിശ്ചയിച്ചിട്ടുള്ള ഭരണാധികാരികളാണ്. അതുകൊണ്ട് തന്നെ രാജാവിനെ അനുസരിച്ചില്ലെങ്കിൽ ഭരണാധികാരം പോകുമെന്നുള്ളതിന് ആരും പറയേണ്ട കാര്യമില്ല അവരോട്. അവർക്കത് നന്നായിട്ടറിയാം. ഭരണാധികാരം മാത്രമല്ല, അവരുടെ ജീവൻ പോലും പോകും. ഈ അവസരത്തിൽ അവർ പറയുന്ന ഉത്തരം ശ്രദ്ധിച്ചു നോക്കുക. 16-ാം വാക്യം മുതൽ, ശദ്രാക്കും മെഷാക്കും അബേദ്നേഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ലല്ലോ. നേരെ ഒരു ഉത്തരവല്ല കൊടുക്കുന്നത്. അവർ പറയുകയാണ്, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ലല്ലോ, അങ്ങേക്ക് അറിയാമല്ലോ കാര്യങ്ങളെല്ലാം. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. ഇനി അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമ്മൾ എന്തിനാണ് ഈ നോമ്പെല്ലാം അനുഷ്ഠിക്കുന്നത്? ഇതുപോലൊരു വാചകം, ഒരു ഉത്തരം നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മുടെ വായിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് ആ പ്രലോഭന സമയത്ത് ഈ കണ്ട ലോകമെല്ലാം എൻ്റേതാണെന്ന് പിശാച് പറയുമ്പോൾ, എന്നെ ആരാധിക്കുന്ന ഇതെല്ലാം നിനക്ക് തരുമെന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത്, നീ നിൻ്റെ ദൈവത്തെ പരീക്ഷിക്കരുത് വെറുതെ എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിടുന്ന രംഗമുണ്ട്. നമ്മുടെ ഈ നോമ്പും ഉപവാസമൊക്കെ എന്തിനാണ്? ഇതുപോലൊരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും വിഗ്രഹത്തെ ആരാധിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ അത് പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആദിമ സഭയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. നമ്മുടെയൊക്കെ പള്ളികളിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളുകൾ ഏറെ കൂടുതലായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം റോമൻ പട്ടാളത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞപ്പോൾ ചക്രവർത്തി അദ്ദേഹത്തെ കൊല്ലാനായിട്ട് കൽപ്പിക്കുകയാണ്. വേണമെങ്കിൽ ചക്രവർത്തിക്ക് ആരാധന അർപ്പിച്ച് വിശ്വാസം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് പട്ടാളത്തിലെ ഉദ്യോഗം നിലനിർത്താമായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹം പരിശ്രമിച്ചില്ല. ആദ്യം അമ്പെയ്തു, അതിൽ മരിക്കാഞ്ഞിട്ട് പിന്നെ ഗത കൊണ്ട് തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. അവിടെ ഒന്നും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ഇളക്കാനായിട്ട് ഒന്നിനും കഴിഞ്ഞില്ല. ഈ 3 ചെറുപ്പക്കാരുടെ വിശ്വാസം അത് ഇളക്കാനായിട്ട് ഒരു രാജാവിനും സാധ്യമല്ല. അവരുടെ ഉത്തരം ശ്രദ്ധേയമാണ്. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഈ ഒരു അടിയുറച്ച വിശ്വാസം അതുണ്ടെങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ പ്രതിസന്ധികളായിട്ടും പ്രശ്നങ്ങളായിട്ടും തോന്നുകയേയില്ല. കാരണം ഇതിൻ്റെ എല്ലാം നടുവിലൂടെ ഞങ്ങളെ നയിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവം എന്നുറച്ച് വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മൾ ഏറ്റുപറയുക. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. എന്നിട്ട് അവർ പറയുകയാണ്, ഇനിയിപ്പോൾ മോചിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന് ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല, എപ്പോഴും മോചിപ്പിക്കുകയൊന്നുമില്ല. ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെ ആരാധിക്കില്ല. കാരണം ഇത് ദൈവം തരുന്നൊരു പരീക്ഷണമായിരിക്കാം. ഈ പരീക്ഷണത്തിൽ ഞങ്ങൾ തോറ്റു പോകാൻ പാടില്ലല്ലോ. ദൈവം ഞങ്ങളെ ഈ തീയിൽ നിന്ന്, നിൻ്റെ ഈ ചൂളയിൽ നിന്ന് മോചിപ്പിച്ചില്ലെന്ന് വരാം.
പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ നിൻ്റെ ഈ ബിംബത്തെ ആരാധിക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ 40 ദിവസം 50 ദിവസം ഉപവസിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരം ഒരു മനോഭാവം നമുക്കുണ്ടാകുമോ? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ ഈ പള്ളികളൊക്കെ ചെല്ലുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടം ഏറ്റവും പുറകിൽ പോയി ഭിത്തിയെ ചാരി നിൽക്കാനാണ്. ആർക്കും മുമ്പോട്ട് കയറി നിൽക്കാൻ ഇഷ്ടമില്ല. അതേ സമയത്ത് മറ്റു വേദികളിലാണെങ്കിൽ എല്ലാവർക്കും ഇടിച്ചു കയറാൻ ഇഷ്ടമാണ്. ഒരു സമ്മേളന വേദി, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വേദിയിൽ കസേര കിട്ടിയില്ലെങ്കിൽ പിണങ്ങിപ്പോകുന്ന ധാരാളം പേരുണ്ട്. പ്രോട്ടോക്കോൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിണങ്ങിപ്പോകുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ആളുകൾ എന്തുകൊണ്ട് അവിടെ മുൻഭാഗത്തിരിക്കാനായിട്ട് ഇടിച്ചു കയറുകയും പള്ളിയിൽ വരുമ്പോൾ പുറകിൽ നിൽക്കുകയും ചെയ്യുന്നു? കാരണം നമുക്ക് വിശ്വാസിയാണെന്ന് ഏറ്റുപറയാനുള്ള നാണക്കേട് തന്നെ. നമ്മൾ പരസ്യമായിട്ട് നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് നാണക്കേടുണ്ട്. ഈ നാണക്കേട് നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ നോമ്പിനൊന്നും യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ഈ നാണക്കേടെല്ലാം മാറിയിട്ട് നമ്മുടെ ഒരു അഭിമാനമായിട്ടത് മാറണം. എൻ്റെ അഭിമാനമാണ് എൻ്റെ വിശ്വാസം എന്ന് നമുക്ക് ബോധ്യം വരും. അന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ യഥാർത്ഥ ഫലമുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ ഉയർപ്പിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാൻ കഴിയുക. ഈ ഉയർപ്പിനെക്കുറിച്ച് ബോധ്യമില്ലാതെ എനിക്കൊരിക്കലും അത് കിട്ടുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ എൻ്റെ രാജാവിൻ്റെ കൂടെ നടക്കുന്നതിലും മെച്ചപ്പെട്ട നന്മ എനിക്കുണ്ടാകും എന്ന് നമുക്ക് എന്ന് തോന്നുന്നു, അന്നാണ് ഈ നോമ്പിന് അർത്ഥമുണ്ടാകുന്നത്. അതല്ലെങ്കിൽ അതെല്ലാം വെറും ഒരാചാരമായിട്ടും അനുഷ്ഠാനമായിട്ടും ഒരു കർമ്മം കഴിക്കലായിട്ടും തീരുകയല്ലേ ഉള്ളൂ. ഈ ചെറുപ്പക്കാർ നമ്മളോട് പറയുന്നത് അതാണ്. അതുകൊണ്ട് രാജാവെ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാം. നീ എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. നമുക്ക് പറയാൻ കഴിയുമോ, നമ്മുടെ കുഞ്ഞുങ്ങൾ വേദപാഠം പഠിക്കാനായിട്ട് പോകേണ്ട സമയത്ത് എൻ്റെ കുഞ്ഞ് ഏത് പരീക്ഷയിലും വിജയിച്ചു കൊള്ളും, ദൈവത്തോട് ചേർന്നാണ് അവൾ അല്ലെങ്കിൽ അവൻ നിൽക്കുന്നത്, അതുകൊണ്ട് അവൻ ആദ്യം വേദപാഠം, പിന്നെ എൻട്രൻസും കോച്ചിങ്ങും ഒക്കെ എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? ഒരു 5 മിനിറ്റ് പള്ളിയിലെ എന്തെങ്കിലും ഒരു കാര്യം പ്രമാണിച്ച് കുട്ടികൾ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയണ്ടേ, ഇവിടെ അത് 5 മിനിറ്റ് ഒന്നൊരു പ്രശ്നമല്ല, എൻ്റെ പ്രശ്നം, എൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നം എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുമല്ലേ, അവൾ അവിടെ നിൽക്കും. ഇത് പറയാനായിട്ട് കഴിവുണ്ടാകുമ്പോഴാണ് നമ്മളുടെ ഈ ഉപവാസവും പ്രാർത്ഥനയും അത് നമ്മളെ ഉയർപ്പിലേക്ക് നയിക്കുക. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഒരുപാടുണ്ടാകും, ഇല്ലാത്തൊരു കുടുംബവും ഇല്ലല്ലോ. രോഗങ്ങളുള്ള കുടുംബങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ, ശരി ദൈവം എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇനി അഥവാ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെ ആരാധിക്കുകയില്ല. നമ്മളുടെയൊക്കെ പലരും രോഗത്തിൻ്റെ കാരണം തേടി, സാമ്പത്തിക പരാജയത്തിൻ്റെ കാരണം തേടി അന്യദേവന്മാരുടെ പിന്നാലെ പോകുന്നില്ലേ? ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ശരിയല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമുക്ക് എല്ലാ വള്ളത്തിലും ഒരേ സമയം കാല് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വള്ളം സാവധാനം ഉലയുകയോ അകലുകയോ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിൽ പതിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവത്തെ ഉറച്ച് ആശ്ലേഷിക്കുക, പിടിക്കുക. ഈ നോമ്പ് കാലം അങ്ങനെ നമ്മുടെ ദൈവത്തെ ഉറച്ചാശ്ലേഷിക്കാൻ, പിടിക്കാനുള്ള ഒരു കാലമാണ്. നമ്മൾ ഈ കുരങ്ങന്മാരെ കണ്ടിട്ടില്ലേ, കുട്ടിക്കുരങ്ങന്മാർ, കുഞ്ഞുങ്ങൾ അതിൻ്റെ അമ്മയുടെ വയറ്റത്ത് ഇങ്ങനെ അള്ളിപ്പിട്ടിച്ച് കിടക്കുന്നത്. അമ്മ ഇങ്ങനെ ഒരു മരത്തിൽ നിന്ന് വേറെ മരത്തിലേക്ക് ചാടുകയാണ്. കുറേ നേരം വായുവിലാണല്ലോ, കാരണം ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് ചാടുമ്പോൾ വായുവിലാണ്. പക്ഷേ ആ കുഞ്ഞതൊന്നും നോക്കുന്നില്ല, അമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ദൈവം ഇങ്ങനെയാണ്, നമ്മളെ കൊണ്ട് ഇങ്ങനെ ചാടുമായിരിക്കാം, പക്ഷേ ഏത് വായുവിൽ നിന്നാലും നമ്മൾ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ദേഹത്താണെന്ന് ഓർക്കുക. അതാണ് ഈ ചെറുപ്പക്കാർ പറഞ്ഞത്,
ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് പോലും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് നിൻ്റെ ഈ പ്രതിമയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ആരാധിക്കുകയില്ലെന്ന് പറയാൻ കഴിയുക. അപ്പോൾ എന്താ പറഞ്ഞത്? 19-ാം വാക്യം പറയുന്നു, ശദ്രാക്കിനും മിശാക്കിനും അബദ് നെഗോയ്ക്കും നേരെ കോപം കൊണ്ട് നിറഞ്ഞ നബൂഖദ്നേസറിൻ്റെ മുഖഭാവം മാറി. ചൂള പതിവിൽ 7 മടങ്ങ് ജ്വലിക്കാൻ അവൻ കൽപ്പിച്ചു. വീണ്ടും വീണ്ടും അതിനകത്തേക്ക് വിറകോ എണ്ണയോ ഒക്കെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് കത്തിക്കാൻ പറഞ്ഞു. സാധാരണ ചൂളയിൽ നിന്ന് 7 മടങ്ങ് ചൂടുണ്ടാകണം. ശദ്രാക്കിനെയും മിശാക്കിനെയും അബേദ്നെഗോയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തൻ്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു. എന്തിനായി പറയുന്നത് ശക്തരായ ഭടന്മാരോട്? അതായത് അവന്മാരെ എറിഞ്ഞാൽ പിന്നെ കൃത്യം ചൂളയിൽ വീഴണം, അതിനിടയ്ക്കൊന്നും പോയി വീഴരുത്. അതുകൊണ്ടാണ് പടയാളികൾ അവരെ അങ്കി, തൊപ്പി, മറ്റ് വസ്ത്രങ്ങൾ എന്നിവയോടുകൂടി ബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. എന്തിനാണ് ഇത് പ്രത്യേകം പറഞ്ഞത്? അങ്കി, തൊപ്പി, മറ്റു വസ്ത്രങ്ങൾ. കാരണം ഇവർ ഭരണാധികാരികളാണ്, അവരുടെ അധികാരത്തിൻ്റെ അടയാള ചിഹ്നങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം നശിപ്പിക്കുന്നെന്ന് പറഞ്ഞ അർത്ഥം ഇനി മേലിൽ അവർ ഭരണാധികാരികളായിരിക്കുകയില്ല. അതുപോലെ അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് രാജാവ് തീരുമാനിച്ചു. കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചൂള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നത് കൊണ്ട് ശദ്രാക്കിനെയും മിശാക്കിനെയും അബേദ്നെഗോയെയും ചൂളയിലേക്ക് കൊണ്ടു ചെന്നവരെ പോലും തീജ്വാലകൾ ദഹിപ്പിച്ചു കഴിഞ്ഞു. അത്രയ്ക്കും ചൂടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇവർക്ക് എന്ത് പറ്റിയെന്നുള്ളതാണ്. അവരും ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? അവരവിടെ കിടന്ന് കീർത്തനം ആലപിക്കുകയാണ്. വീണ്ടും ആ കീർത്തനം ഇങ്ങനെയാണ്. 3-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിന് ശേഷം 1 മുതൽ ആ കീർത്തനം കൊടുത്തിരിക്കുകയാണ്. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അവിടുന്ന് സ്തുത്യർഹനാണ്. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ്. ഈ ചൂളയിലെറിഞ്ഞപ്പോഴും നീതിമാൻ തന്നെയാണ്, അല്ലേ? നമ്മളങ്ങനെയല്ലേ പറയുക? ദൈവം എന്നാ ദൈവമായതെന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ ഈ ചെറുപ്പക്കാർ പറയുന്നതല്ല. ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിലും നീ നീതിമാനാണ്, ഈ ചൂളയിൽ എറിയുന്നത് ഉൾപ്പെടെ. അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ്. അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ. ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടത്തി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധ നഗരമായ ജെറൂസലമിൻ്റെ മേലും അങ്ങനെ തന്നെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത്. ഞങ്ങൾ നിയമം ലംഘിച്ചു, പാപത്തിൽ മുഴുകി, അങ്ങയിൽ നിന്ന് അകന്നുപോയി. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു. അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല, അവ ഞങ്ങൾ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. അങ്ങനെ അവസാനം അവർ പറയുകയാണ്, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത്. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് കൽപ്പനകൾ നൽകുന്നത്. ഞങ്ങളതൊന്നും അനുസരിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അനർത്ഥമെല്ലാം പറ്റിയത്. അതുകൊണ്ടാണ്, ഞങ്ങളുടെ പാപങ്ങളുള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ നോമ്പ് കാലത്ത് ഓർക്കുന്ന കാര്യം ഇതാണ്. അങ്ങ് ഞങ്ങൾക്ക് ഈ കൽപ്പനകളെല്ലാം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നൽകിയത്. ഇപ്പോൾ ഇത് വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ തിന്മ കൊണ്ടാണ്. ഈ പാപബോധത്തിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് ഓർക്കാനായിട്ട്, അവബോധമുള്ളവരാകാനായിട്ടുള്ള അവസരമാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത്. നമ്മളവസാനം അങ്ങനെ പാപബോധമുള്ളവരായി കഴിയുമ്പോഴേ പാപത്തിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. ഈ പാപങ്ങളെല്ലാം കൂടി ആണ് അവതരിപ്പിക്കുന്നത് ഈ ബിംബത്തിന് ആരാധന അർപ്പിക്കുന്നതായിട്ട്. ബിംബത്തിന് ആരാധന അർപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തെ നിഷേധിക്കുക. ദൈവത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ദൈവമല്ലാത്തവരുടെ പിന്നാലെ പോവുക. അങ്ങനെ പോകുന്ന എല്ലാ കാര്യങ്ങളും പാപമാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന പോക്ക് ഒന്ന് അവസാനിപ്പിച്ച് നമ്മുടെ ആ കാലുകൾ, ചുവടുകൾ ദൈവത്തെങ്കിലേക്ക് തിരിക്കാനുള്ള ഏറ്റവും
നല്ല സന്ദർഭമാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 ചെറുപ്പക്കാരെ പോലെ തീച്ചൂളയിലാണെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറായിട്ട് പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അവരെ പോലെ തന്നെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. അവർ പറഞ്ഞതാണ്, അവിടുന്ന് സ്തുത്യർഹനാണ്, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. അതോ നമ്മൾ ഒരു നേരം ഇറച്ചി കൂട്ടാൻ പാടില്ല എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഇനിയും എത്ര ദിവസമുണ്ട്? 49 ദിവസം കൂടിയുണ്ട് ഇനിയും ഇച്ചിരി ഇറച്ചി കഴിക്കണമെങ്കിൽ. ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അത് നമ്മൾ മാറ്റമൊന്നും വരുത്തുന്നില്ല. നമ്മൾ ഈ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. വിഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. പൗലോസ് ശ്ലീഹ തന്നെ പറയും, ദ്രവ്യാഗ്രഹം തന്നെയായ വിഗ്രഹാരാധന. ദ്രവ്യാഗ്രഹം, പണത്തിന് പിന്നാലെ പോകുന്നത് ഒരു വിഗ്രഹാരാധനയാണത്. അതുപോലെ എല്ലാ ദുഷ്കൃത്യങ്ങളും അതിൻ്റെ എല്ലാം പിന്നാലെ പോകുന്നത് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന തന്നെയാണ്. ഈ വിഗ്രഹങ്ങളെ ഒന്ന് കണ്ടെത്തുക. നമ്മൾ ചാക്കിനകത്തൊക്കെ വല്ലതും ഒളിച്ചു വെച്ചിട്ടുണ്ടോ? വിഗ്രഹങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരു കപടനാട്യത്തോടു കൂടിയാണോ ഈ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഓർക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉയർപ്പിലേക്കായിരിക്കില്ല നമ്മൾ നടക്കുന്നത്, അത് വേറെ വല്ലതിലേക്ക് വരും, നാശത്തിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഉയർപ്പിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് തരുന്ന, ആണ്ടോടാണ്ട് തരുന്ന അവസരമാണ് ഈ വലിയ നോമ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും പ്രലോഭനങ്ങളുണ്ടാകും. ദൈവത്തിനുണ്ടായെങ്കിൽ നമുക്കുണ്ടാകും. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ദൈവം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉയർപ്പിലേക്ക് നമുക്ക് നടന്നെടുക്കാനായിട്ട് കഴിയും. നമ്മളൊരു 2 നേരം ഭക്ഷണം ഉപേക്ഷിക്കുന്നു, മാംസം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം മലയാറ്റൂർക്കോ എങ്ങോട്ടെങ്കിലും നടത്തുന്നു, അത് നല്ലത് തന്നെയാണ്. അതേ സമയത്ത് അതല്ല ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ചൈതന്യമെന്ന് പറയുന്നത്. അതെല്ലാം ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. തീർത്ഥാടനം പോയിട്ട് വലിയ കുരിശും ചുവന്ന് പോയിട്ട് ജീവിതത്തിലെ കുരിശുകൾ വഹിക്കാനായിട്ട് നമുക്ക് ത്രാണിയില്ലെങ്കിൽ, പ്രാപ്തി കിട്ടുന്നില്ലെങ്കിൽ, മനസ്സ് വരുന്നില്ലെങ്കിൽ ആ കുരിശ് വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാവിയെടുത്ത് പോകുന്നവർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഏറ്റവും ഫാഷനബിളായിട്ടുള്ള വസ്ത്രമാണ് ധരിക്കാൻ പോകുന്നതെങ്കിൽ അതിലെന്താ അർത്ഥമുള്ളത്? നടന്ന് അവിടം വരെ പോയിട്ട് തിരിച്ചു വരുന്നവർ ഒരു 2 അടി നടന്ന് അപ്പുറത്തേക്ക് പള്ളിയിലേക്ക് പോവുകയില്ല എന്ന് വാശി പിടിച്ചാൽ ആ നടപ്പിന് എന്താ കാര്യമുള്ളത്? മലയാറ്റൂർക്കും വേളാങ്കണ്ണിക്കൊക്കെ നടന്നു പോകുന്ന ധാരാളം പേരുണ്ട്, സൈക്കിളിൽ പോകുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ ആ സൈക്കിളിൽ പോക്കും ആ നടന്നു പോക്കും നമ്മുടെ ഒരു ശീലമാകണ്ടേ? നമ്മുടെ ഈ പരിസ്ഥിതിയുടെ നാശവുമായിട്ടൊക്കെ ഒന്ന് കൂട്ടിവെച്ച് വായിച്ചു നോക്കുക. ഈ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ നടപ്പും നമ്മുടെ കാവിയൊടുക്കലും എല്ലാം ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പായിട്ട് പത്രം വായിച്ചപ്പോൾ അതിനകത്തുകൊണ്ടൊരു വാർത്ത, നമ്മുടെ കടലുകളെ, സമുദ്രങ്ങളെ മലിനമാക്കുന്നതിൽ 30% പങ്ക് പ്ലാസ്റ്റിക്കിനാണെന്നാണ്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് തള്ളുന്ന പ്ലാസ്റ്റിക് കൂട് മാത്രമല്ല, നമ്മൾ തുണികൾ അലക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്ന ഫൈബർ, ടയർ ഉരയുമ്പോഴുണ്ടാകുന്നത്, വാഹനം കഴുകുമ്പോഴുണ്ടാകുന്നത്, ഇതെല്ലാം കടലിലേക്കാണ് ചെല്ലുക. അപ്പോൾ നമ്മുടെ ഈ നോമ്പിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ, അത് ജീവിതഗന്ധിയാകണം, ജീവിതത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നോമ്പ് ഫലദായകമായി ഉയർപ്പിലേക്ക് നമ്മളെ എത്തിച്ചു, നമ്മളെ മാത്രമല്ല ഈ ലോകത്തെയും എത്തിച്ചു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നോമ്പിനെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ഞങ്ങൾ നടത്തിയ ഈ പരിചിന്തനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ 3 യുവാക്കളെ പോലെ സത്യദൈവമല്ലാത്ത ഒന്നിനെയും ആരാധിക്കുകയില്ല എന്ന് ധൈര്യപൂർവ്വം ജീവിതത്തിലുടനീളം ഏറ്റുപറയാൻ
ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെയും പ്രതികരണങ്ങളിലൂടെയും വാക്കുകളിലൂടെയും എല്ലാം അത് മറ്റുള്ളവർക്ക് ബോധ്യമാക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.